ഹലോ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ. ഒരു മുരിങ്ങയില അരച്ചിട്ട് എങ്ങനെ തോരൻ വെക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കൊച്ചുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി ചേർത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാനിനകത്താണോ ഉണ്ടാക്കുന്നത് ആ പാൻ ചൂടാകുമ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കുക. സാധാരണ ഞാൻ ഇത് ഉണ്ടാക്കാൻ കാര്യം വേറൊന്നുമല്ല, മറ്റേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഇല പീച്ചിൽ തന്നെ ഉണ്ടാക്കുന്നത്. കാര്യം ഇല പീച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ പറയും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് അരച്ചിട്ടാകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നല്ലോണം ചിക്കി എടുക്കുക. ആ കട്ടയെല്ലാം പോയി നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ട് നടുക്ക് നമ്മൾ ആ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി എടുക്കുക, നല്ലോണം ചിക്കി എടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ഇളക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ അതിൻ്റെ ഇടക്കോട്ട് ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മുരിങ്ങയില എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ടയില്ല, നല്ലോണം ഇങ്ങനെ ഇളക്കി എടുക്കുക. അപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുട്ടികൾക്കിത് എന്താ പറയുക, മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം അവർ കഴിച്ചോളും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്തായാലും കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.